ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഒരേ സമയത്തു തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൂടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും കർമ്മപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും എല്ലാം ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടെല്ലാം അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്നുണ്ട്. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിലോ ഉച്ചബലത്തോടു കൂടിയിട്ട് ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കിട്ടുന്ന സമയമാണ്. പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമ്മസ്ഥാനമായിട്ടുള്ള 10ാം ഭാവത്തിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലോ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും വിശേഷിച്ച് സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ നല്ല ഗുണഫലങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു മാസമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും 5ാം ഭാവാധിപതിക്ക് ഉച്ചബലം വരുന്നതുകൊണ്ടും ജ്ഞാനകാരകനായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുവാൻ സാധ്യത കാണുന്ന സമയമാണ്. പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലോ അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. പൊതുവേ ഈ തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.